കോഴിക്കോട്ടെ സ്ട്രോങ് റൂം വിവാദം ചീറ്റിയതിനു പിന്നാലെ സംഭവിച്ചത് ആശയക്കുഴപ്പമാണെന്ന വിശദീകരണവുമായി UDFന്റെ പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു. തുറന്നത് സ്ട്രോങ് റൂം അല്ലെന്നും സമീപത്തെ മുറിയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രവർത്തകരെ അറിയിച്ചു. ആശയക്കുഴപ്പത്തിന് കാരണം മുറി തുറക്കുന്നത് മുൻകൂട്ടി അറിയിക്കാത്തതെന്ന് UDF മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. സരീഷ് ഉണ്ട് വിവരങ്ങളുമായി. സരീഷ്, എന്തൊക്കെ വിശദാംശങ്ങൾ, എങ്ങനെയാണ് അവർ ഈ കാര്യത്തെ ഇപ്പോൾ പ്രതികരിക്കുന്നത്? UDF ആണ് ഈ വലിയ വിവാദമാണ് തങ്ങൾ കൊണ്ടുവരുന്നത്. സ്ട്രോങ് റൂം, അതായത് ഒരു അറിയിപ്പുമില്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി എന്ന രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും ഒപ്പം തന്നെ VVPAT സൂക്ഷിച്ച ഈ സ്ട്രോങ് റൂം, അത് JDT സ്കൂളിലെ സ്ട്രോങ് റൂം തുറന്നു എന്ന വാദം മുന്നോട്ട് വെച്ചത് അവിടെ വലിയ പ്രശ്നമാക്കുകയും ചെയ്തിരുന്നു. DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്കൂളിൽ എത്തുകയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി വലിയ വാക്കേറ്റമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകരും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി എത്തി. കാരണം നേരത്തെ തന്നെ ഈ സ്ട്രോങ് റൂം ഒന്നും തന്നെ സുരക്ഷിതമല്ല, അവിടെ ഏതെങ്കിലും രീതിയിലുള്ള കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നോർത്തിലെ സ്ഥാനാർത്ഥി, അതായത് കോഴിക്കോട് നോർത്ത് മണ്ഡലം സ്ഥാനാർത്ഥി K ജയന്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സുരക്ഷ ഒരുക്കണം, അതിന് അനുമതി നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ സുരക്ഷയ്ക്കായി നിയോഗിക്കാൻ ഉത്തരവ് ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നത്. സ്ട്രോങ് റൂം തുറന്നു, അതിൽ ചില പരിശോധനകൾ ഉദ്യോഗസ്ഥർ തന്നെ നടത്തി, ഒരു തരത്തിലുള്ള അറിയിപ്പ് ലഭിക്കാതെയാണ് ഈ സ്ട്രോങ് റൂം തുറന്നത് എന്നുള്ളതായിരുന്നു ആരോപണം. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തിരുത്തിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിശദീകരണവുമായി സ്ഥാനാർത്ഥികൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ പേരാമ്പ്ര സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ ചില ഇലക്ഷൻ ഏജന്റുമാർ, ഈ ഫാത്തിമ തഹ്ലിയുടെ ഇലക്ഷൻ ഏജന്റ് കല്ലൂർ മുഹമ്മദ് അലി, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. അവരുടെ വിശദീകരണം എന്ന് പറയുന്നത് സ്ട്രോങ് റൂം തുറന്നിട്ടില്ല, സ്ട്രോങ് റൂമിന് സമീപത്തായുള്ള റെക്കോർഡ് റൂം മാത്രമാണ് തുറന്നത്. ഈ റെക്കോർഡ് റൂം എന്ന് പറയുന്നത് സുരക്ഷ അല്ലെങ്കിൽ സീൽ ചെയ്ത മുറിയല്ല. ആ മുറി എപ്പോൾ വേണമെങ്കിലും ഉദ്യോഗസ്ഥർക്ക് തുറക്കാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, അത് പോളിംഗ് സമയത്ത് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയാണ്. ഏതെങ്കിലും തരത്തിൽ നിയമപരമായ കാര്യങ്ങൾ വരുമ്പോൾ ആ റെക്കോർഡുകൾ, അതായത് ഈ പ്രിന്റഡ് ആയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയാണ്. ആ പ്രിന്റുകൾ ഈ കോടതിയിൽ ഹാജരാക്കേണ്ടി വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രിന്റുകളിൽ ഓരോ മണിക്കൂറിലെയും റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനം ഉൾപ്പെടെയുള്ളവ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഇന്നായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ തുറന്നതാണ് എന്നുള്ള വിശദീകരണവുമായി ഇപ്പോൾ ഈ നേതാക്കൾ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പക്ഷേ ഒരു ആശങ്കയുണ്ടാക്കിയത് അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത് ഏതെങ്കിലും രീതിയിൽ ബൂത്ത് ഏജന്റുമാരെയോ അല്ലെങ്കിൽ പോളിംഗ് ഏജന്റുമാരെയോ, ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ ഓരോ ഏജന്റുമാരുണ്ടാകും, അവരെ ഒന്നും തന്നെ ചീഫ് ഏജന്റുമാരെ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല. അതിനിടയിൽ സ്ഥാനാർത്ഥി തന്നെ യാദർശികമായി ഇവിടെ എത്തിയപ്പോഴാണ് ഈ കാര്യം കണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയത് എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ വിവാദമായി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും ഒക്കെ വലിയ വിവാദമാക്കണം എന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഒന്നുമില്ലാതെ ആവുന്നത് എന്നുള്ളതും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്.